റോളർ സ്കേറ്റിംഗിൽ ദേശീയ മെഡലുകൾ ലഭിച്ചിട്ടും SSLC പരീക്ഷയിൽ അർഹതപ്പെട്ട ഗ്രേസ് മാർക്ക് ലഭിച്ചില്ലെന്ന പരാതിയുമായി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിയുടെ പരാതി. DPIക്ക് മുൻപാകെ കൃത്യസമയത്ത് സ്കൂൾ അധികൃതർ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാതിരുന്നതാണ് ഗ്രേസ് മാർക്ക് നഷ്ടപ്പെടാൻ കാരണമെന്ന് പത്തനംതിട്ട സ്വദേശിയായ വിദ്യാർത്ഥി ആരോപിക്കുന്നു. സർട്ടിഫിക്കറ്റിൽ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറിയുടെ ഒപ്പ് ഇല്ലാത്തതിനാൽ സർട്ടിഫിക്കറ്റ് നിരസിക്കപ്പെട്ടു എന്നാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം. ആ റിപ്പോർട്ടിലേക്ക്. പത്തനംതിട്ട പ്രമാടം നേതാജി ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി തീർത്ത എ ആണ് പരാതിക്കാരി. 2022-2023 അധ്യയന വർഷത്തിൽ ബംഗളൂരുവിൽ നടന്ന നാഷണൽ ആർട്ടിസ്റ്റിക് റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ തീർത്ത നേടിയിരുന്നു. ഈ അധ്യയന വർഷം പാലക്കാട് നടന്ന സംസ്ഥാന റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിലും തീർത്ത മെഡൽ നേടിയിരുന്നു. എന്നിട്ടും തനിക്ക് അർഹതപ്പെട്ട ഗ്രേസ് മാർക്ക് ലഭിച്ചില്ലെന്നാണ് തീർത്തയുടെ പരാതി. അഡ്മിഷൻസ് പറയുന്നത് ഞങ്ങളുടെ ഭാഗത്തുള്ള തെറ്റാ, ഞങ്ങൾ അത് കൊണ്ടുകൊടുത്ത് ശരിയാക്കണ്ടേന്നാണ് അവർ പറയുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ തന്നെ മകളുടെ സർട്ടിഫിക്കറ്റുകൾ സ്കൂളിൽ ഹാജരാക്കിയിരുന്നതായും സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി ഒപ്പിട്ട സർട്ടിഫിക്കറ്റ് സ്കൂൾ അധികൃതരെ ഏൽപ്പിച്ചിരുന്നതായും തീർത്തയുടെ അമ്മ സജിത പറഞ്ഞു. ഗ്രേസ് മാർക്ക് തന്റെ മകൾക്ക് ലഭിക്കാതിരുന്നത് സ്കൂൾ അധികൃതരുടെ അനാസ്ഥ കൊണ്ടാണെന്നും സജിത ആരോപിച്ചു. സ്കൂളിൽ ഹെഡ് മിസ്ട്രസിന്റെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ അവിടുത്തെ സ്പോർട്സിന്റെ സാറുണ്ട്, ആ സാറിന്റെ ചുമതലയാണ് ഇത് അവിടെ കൊണ്ടുപോയി ഒപ്പിടിപ്പിച്ച ഇത് അയക്കേണ്ട ചുമതല സ്കൂളിന്റെ ഉത്തരവാദിത്തമാണ്. ആ ഓർഡറിനകത്ത് ഒന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഹെഡ് മിസ്ട്രസിന് മനസ്സിലാവും ആ സർക്കുലർ വഴിയാണ് ഇത് അയക്കേണ്ടത്. ഇവരയച്ച ഒരു പേപ്പർ അവിടെ കിട്ടാനുണ്ട്, അത് മാത്രം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇത് പെൻഡിങ്ങിലാണെന്നാണ് പറഞ്ഞത്. ഇത്രയും വരെ ആക്കി ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് എൻ്റെ മോക്ക് ഗ്രേസ് മാർക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്താണ് അതുകൊണ്ടുള്ള പ്രയോജനം? അതേസമയം ഗ്രേസ് മാർക്ക് ലഭിക്കാത്ത വിഷയത്തിൽ സ്കൂളിനെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പ്രമാടം നേതാജി ഹയർ സെക്കൻഡറി സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. തീർത്തയുടെ സർട്ടിഫിക്കറ്റിൽ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറിയുടെ കൗണ്ടർ സൈൻ ഇല്ല എന്ന കാരണത്താലാണ് സർട്ടിഫിക്കറ്റ് റിജക്ട് ചെയ്യപ്പെട്ടതെന്ന് സ്കൂൾ അധികൃതർ വിശദമാക്കുന്നു. പിന്നീട് കൗണ്ടർ സൈൻ ചേർത്ത് ഓൺലൈനായി സർട്ടിഫിക്കറ്റ് DPIക്ക് സമർപ്പിച്ചതായും ഹാർഡ് കോപ്പി DPIക്ക് കൃത്യസമയത്ത് അയച്ചതായും സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. തുടർന്നും ഗ്രേസ് മാർക്ക് ഉൾപ്പെടുത്താതിരുന്നതിനാൽ സ്കൂൾ ഓഫീസ് സ്റ്റാഫിനെ തിരുവനന്തപുരം DPI ഓഫീസിലേക്ക് പറഞ്ഞയക്കാൻ തീരുമാനിച്ചിരുന്നതായും സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ വ്യക്തമാക്കുന്നു. റിപ്പോർട്ടർ, പത്തനംതിട്ട.